वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। वृंद कोटि वैष्णव वृंद की जय। नमाचार्य हरिदास ठाकुर की जय। जय श्रील प्रभुपाद की जय। हरे कृष्णा। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं दधाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुर्वैष्णवांश श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्री राधा कृष्ण पादान सहन ललिता श्री विशाखानितांश। हे कृष्ण करुणा सिंधो दीनबंधो जगत्पते गोपेशा गोपिका कांता राधा कांता नमस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ സത്സംഗത്തിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഭഗവത്ഗീത 15ാമത്തെ അധ്യായം തുടങ്ങാന്നാണ് വിചാരിക്കുന്നത്. അപ്പം പുരുഷോത്തമ മാസ ആശംസകൾ. നമ്മള് പുരുഷോത്തമ മാസത്തില് മെയിൻ ആയിട്ടും ആചാര്യന്മാര് പറയുന്നത് ഈ ഒരു അധ്യായത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് കുറച്ചും കൂടെ നമ്മളെ കൂടുതൽ ഭഗവാനിലേക്ക് അടുപ്പിക്കും എന്നതുകൊണ്ടാണ് ആ പറയുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. നമ്മൾ ഇന്ന് ഓൾറെഡി ലേറ്റ് ആയി. ഇനി പുതുതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ചാറ്റിൽ അവര് പേര് എഴുതുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. എന്തെങ്കിലും നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ പുതുതായിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചാൽ നമുക്കൊന്ന് അവരെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അപ്പോ ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 15 ശ്ലോകം 1. ശ്രീ ഭഗവാനുവാച ഊർധ്വമൂലമദം ശാഖാം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിദ്. ശ്രീ ഭഗവാനുവാച ഊർധ്വം മൂലമദം ശാഖാം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിദ്. ശ്രീ ഭഗവാനുവാച ഊർധ്വമൂലമദം ശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിദ്. ശ്രീല പ്രഭുപാദ് കി ജയ്. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, വേരുകൾ മേൽപോട്ടും ശാഖകൾ കീഴ്പോട്ടുമായിട്ട് അക്ഷയമായ ഒരു അശ്വത്ഥമുണ്ട്. അതിന്റെ ഇലകൾ വേദമന്ത്രങ്ങൾ. ഈ വൃക്ഷം എന്തെന്ന് അറിയുന്നവനത്രേ വേദജ്ഞൻ. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അധ്യായമാണ് ഈ ഒരു അധ്യായം. അപ്പൊ ഇതില് ഭഗവാനെ കുറിച്ച്, പുരുഷോത്തമനായിട്ടുള്ള ഭഗവാനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സഹായം ചെയ്യുന്ന ഒരു അധ്യായമാണ്. അപ്പൊ ഇതിന്റെ ശ്ലോകം നമുക്ക് കുറച്ചും കൂടെ വേർഡ് ബൈ വേർഡ് ആയിട്ട് മനസ്സിലാക്കാൻ നോക്കാം. അപ്പൊ ഇതില് ഊർധ്വം. ഇപ്പൊ ഇതിൽ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഒരു അധ്യായത്തില് ഫസ്റ്റത്തെ ശ്ലോകത്തില് ഈ ഒരു ഭൗതിക ലോകത്തിനെ തലകീഴായിട്ടുള്ള ഒരു ആൽമരത്തോടാണ് ഭഗവാൻ ഉപമിച്ചിരിക്കുന്നത്. തലകീഴായിട്ടുള്ള ഒരു ആൽമരത്തോടാണ് ഭഗവാൻ ഉപമിച്ചിരിക്കുന്നത്. അപ്പം ഊർധ്വ എന്ന് പറഞ്ഞ, അതായത് മേൽപോട്ട് ഒരു ആൽമരത്തിന്റെ, അതായത് അശ്വത്ഥം. ഇവിടെ അശ്വത്ഥം എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ അശ്വത്ഥം എന്ന് പറഞ്ഞാല് ആൽമരം. ഈ ആൽമരത്തിനെ കുറിച്ചിട്ട് ആര് പറഞ്ഞു? ആചാര്യന്മാര് പറഞ്ഞു. പ്രാഹുരവ്യം എന്ന് പറഞ്ഞാല് നശിക്കാത്തത്. ഈ ആൽമരം എങ്ങനത്തതാണ്? നശിക്കാത്ത ആൽമരാണ്. ആ ആൽമരത്തിനെ കുറിച്ച് ആചാര്യന്മാർ പറഞ്ഞു പ്രാഹുരവ്യം. എന്താണ് ഈ ആൽമരത്തിന്റെ പ്രത്യേകത? ഊർധ്വമൂലം. ഊർധ്വമൂലം എന്ന് പറഞ്ഞാല്, ഊർധ്വം എന്ന് പറഞ്ഞാല് മേലോട്ട്, മൂലം എന്ന് പറഞ്ഞാല് വേരാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം വേര് മേൽപോട്ടായിട്ടുള്ള ഒരു ആൽമരത്തിനെ കുറിച്ചാണ് പറയുന്നത്.
അപ്പോ ഈ ഒരു ആൽമരത്തിന്റെ എന്താണ് ചന്താംസി യസ്യ പർണാനി, ഇലകൾ എന്ന് പറയുന്നത് എന്താണ്, വേദമന്ത്രങ്ങളാണ്. അപ്പൊ ഒരു ആൽമരത്തിനെ വിചാരിച്ചാ മതി. ആൽമരത്തിന്റെ എന്താണ്, വേരുകൾ താഴോട്ടാണ്, അതുപോലെ വേരുകൾ മേലോട്ടാണ്, ശിഖരങ്ങളൊക്കെ താഴോട്ടാണ്. അപ്പൊ അതിന്റെ ഇലകൾ എന്ന് പറയുന്നത് വേദമന്ത്രങ്ങളാണ്. ഇനി എന്താണ് പറയുന്നത്, യസ്തം വേദസ വേദവിത്. ഇപ്പൊ ഈ വേദസ, ഇത് അറിയുന്നവൻ ആരാണ്, വേദവിത് ആരാണ്, വേദജ്ഞനാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോ ഇവിടെ നോക്കുവാണെങ്കിൽ ആ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു മരം, ഒരു ആൽമരം ഉണ്ട്. ആൽമരത്തിന് എപ്പോഴാ നമ്മളിങ്ങനെ വേര് മേൽപോട്ടായിട്ട് കാണുക, അതിന്റെ മുന്നിലായിട്ടൊരു ജലം അല്ലെ, ഒരു എന്താ പറയാ നദി അല്ലെങ്കിൽ ഒരു കുളം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രതിബിംബം അല്ലെ, അതിന്റെ പ്രതിബിംബം നമ്മൾ ആ ഒരു ജലത്തിൽ കാണുമ്പോഴെങ്ങനെ ഉണ്ടാവുക, തല തിരിഞ്ഞിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. എന്ന് പറയുന്നത് പോലെ ഇവിടെ ഈ ഒരു ജലത്തിലുള്ള ആൽമരത്തോടാണ് ഭൗതിക ലോകത്തെ ഈ ഒരു അധ്യായത്തിൽ ഉപമിച്ചിരിക്കുന്നത്. അതായത് ആധ്യാത്മിക ലോകമാണ് ഈ ഒരു മരം. യഥാർത്ഥത്തിലുള്ള ശരിക്കുള്ള ഈ ഒരു ആൽമരം എന്ന് പറയുന്നത് എന്താണ്, ആധ്യാത്മിക ലോകമാണ്. അതിന്റെ പ്രതിബിംബമാണ് എന്ത്, നമ്മളിപ്പോ ജീവിക്കുന്ന ഈ ഒരു ഭൗതിക ലോകം. ഇനി ഈ ഒരു ആധ്യാത്മിക ലോകം എന്താണ്, ശാശ്വതമാണ്, എപ്പോഴും ഉള്ളതാണ് എന്ത്, ഈ ഒരു മരം. പക്ഷെ നമുക്ക് ഈ പ്രതിബിംബം എപ്പോഴും കാണാൻ പറ്റില്ല അല്ലെ. ഈ പ്രതിബിംബം ഇടക്ക് എന്താ പറയാ, നല്ല മഴയുള്ള സമയത്ത് അല്ലെങ്കിൽ മൂടൽ മഞ്ഞുള്ള സമയത്തൊക്കെ നമുക്ക് ഈ പ്രതിബിംബം ശരിക്കും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് ഈ ഒരു ഭൗതിക ലോകവും. ഭൗതിക ലോകത്തിൽ എല്ലാം തന്നെ എന്താണ്, ഇടക്കിടക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ അതൊക്കെ എന്താണ്, അശാശ്വതമാണ്. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ഡൈജസ്റ്റ് ആവാൻ കുറച്ചുകൂടെ സമയമെടുക്കും. പക്ഷെ നമ്മൾ അത് ശ്രദ്ധിച്ച് നമ്മൾ അതിന്റെ ഓരോ അർത്ഥങ്ങളിലേക്കും പോയി കഴിഞ്ഞാല് നമ്മളെ ഒരുപാട് ഒരുപാട് സഹായിക്കുന്ന ഒരു അധ്യായമാണ് ഈ ഒരു അധ്യായം. അപ്പോ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഈ ഒരു ആൽമരം, ഒരു ആൽമരത്തിന്റെ തലകീഴായിട്ടുള്ള, അതായത് പ്രതിബിംബമായിട്ടാണ് നമ്മളുടെ ഈ ഒരു ഭൗതിക ലോകത്തിനെ ഭഗവാൻ ഉപമിച്ചിരിക്കുന്നത്. അപ്പോ കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ചിത്രത്തിനെ കുറിച്ച് പറയാൻ പറ്റും. അതായത് നമ്മളിപ്പോ അനുഭവിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതായത് സ്നേഹബന്ധങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷങ്ങളായിക്കോട്ടെ, അതൊക്കെ എന്താണ്, ഈ ഭൗതിക ലോകത്തില് എല്ലാം ഒരു എന്താണ്, അശാശ്വതമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് യഥാർത്ഥത്തിലെ സ്നേഹമായിക്കോട്ടെ, സംരക്ഷണമായിക്കോട്ടെ, നമുക്ക് സന്തോഷമായിക്കോട്ടെ, എന്തെങ്കിലും നമുക്ക് യഥാർത്ഥ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടേക്ക് നോക്കണം, എവിടേക്ക് പോകണം, ഭഗവാന്റെ ഒരു ആധ്യാത്മിക ലോകത്തിലേക്ക് പോകണം. അപ്പൊ ആ ഒരു ഭഗവാന്റെ ലോകത്തിന്റെ ഒരു ചെറിയൊരു പ്രതിബിംബം മാത്രമാണ് നമ്മളിപ്പോ കാണുന്ന ഈ ഒരു ലോകത്തിലുള്ളത്. അപ്പോ ആ ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു അധ്യായത്തില്, ഈ ഒരു ഫസ്റ്റ് ശ്ലോകത്തില് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനിയിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു കുട്ടി കാർട്ടൂൺ കാണുകയാണ്. അപ്പൊ കാർട്ടൂണില് ഒരു കേക്കിന്റെ ഫോട്ടോ വരികയാണ്. അപ്പൊ കേക്കിന്റെ ഒരു പരസ്യം എന്തോ വരികയാണ്. അപ്പൊ ഈ കുട്ടിക്ക് ആ ഫോട്ടോ കാണുമ്പോ ഭയങ്കരമായിട്ടുള്ള ഒരു കൊതി വരികയാണ്. അപ്പൊ ആ കൊതി വന്നത് കൊണ്ട് ആ കുട്ടിന്റെ ആ ഒരു വിശപ്പ് ഇല്ലാണ്ടാവുന്നുണ്ടോ, ഇല്ല അല്ലെ. ആ കേക്ക് കഴിച്ച പോലെ ആവുന്നില്ല. കേക്ക് കഴിക്കണമെങ്കിൽ, വയറ്റിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം, യഥാർത്ഥത്തിൽ ആ കേക്ക് ആ കുട്ടിയുടെ മുന്നിലേക്ക് വന്ന് ആ കുട്ടി അത് കട്ട് ചെയ്തിട്ട് കഴിക്കണം. അപ്പൊ മാത്രമേ ആ കുട്ടിയുടെ വയറ്റിലേക്ക് അത് എത്തുന്നുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് യഥാർത്ഥ രീതിയിൽ നമ്മളിപ്പോ കാണുന്ന എല്ലാം, ഈ ടി വിയിൽ കേക്ക് കാണുന്നത് പോലെയാണ് നമ്മുടെ മുന്നിൽ വരുന്ന സന്തോഷങ്ങള് അല്ലെങ്കിൽ ബന്ധങ്ങള്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരായിക്കോട്ടെ, സൗഹൃദങ്ങളായിക്കോട്ടെ, നമ്മള് കൊണ്ടുവച്ച സ്വത്ത്, സമ്പത്ത്, സൗന്ദര്യം എന്തൊക്കെ ആയിക്കോട്ടെ, എല്ലാം തന്നെ എന്താണ്, ആ ടി വിയിൽ കണ്ടിട്ടുള്ള ആ ഒരു കേക്ക് പോലെയാണ്. ഒന്നും എന്തല്ല, ശാശ്വതമല്ല. ഇത് കുറച്ചു നേരത്തേക്ക് നമ്മുടെ കണ്ണിനെ ഒന്ന് മഞ്ഞളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നത് മാത്രമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ എവിടേക്ക് പോകണം, ഭഗവാന്റെ അടുത്തേക്ക് പോണം. അപ്പൊ അതിന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഈ ഒരു അറിവ്, ഇതൊരു
പ്രതിബിംബം മാത്രാണ്. ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് പ്രതിബിംബം മാത്രാണെന്ന് അറിഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. എന്താവണം? വേദജ്ഞനാവണം. വേദജ്ഞനാവണമെങ്കിൽ എന്തിനെ പറ്റി അറിയണം? ഇലകളെ പറ്റി അറിയണം. ഇലകൾ എന്ന് പറയുന്നത് എന്താണ്? വേദമന്ത്രങ്ങളാണ് അല്ലെ? അപ്പൊ നമുക്കറിയാം ഒരു എന്താ പറയാ, ഒരു ചെടിയിലെ ഒരു മരത്തിനെ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കുന്നത് അതിന്റെ എന്താണ്? ഇലകളാണ് അല്ലെ? ഇലകളാണ് അതിനെ കൂടുതലായിട്ട് ഭംഗിയാക്കുന്നത്. അന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു ഭൗതിക ലോകത്തിനെ ഏറ്റവും ഭംഗിയാക്കുന്നതാണ് വേദങ്ങളും വേദമന്ത്രങ്ങളും. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അറിയുമ്പോ അറിഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് ഭഗവാൻ പറയാം. അതിനെന്താകണം? നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കി മാറ്റണം. അങ്ങനെ ചെയ്യുന്നവരാണ് ആര്? വേദവിത്ത് എന്ന് പറയുന്നത്. വേദവിത്ത്. അപ്പൊ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഈ ഒരു അധ്യായത്തില് 15-ാമത്തെ ശ്ലോകത്തില്, വേദ വേദൈഷ സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദഹി വേദ ചാഹം. അതായത് വേദങ്ങളിലൂടെ ഒക്കെ അറിയേണ്ടത് ആരെയാണ്? എന്നെയാണ്. വേദത്തിന്റെ എല്ലാ സാരവും ആരാണ്? ഭഗവാൻ മാത്രാണ്. പക്ഷെ നമ്മളത് എത്രത്തോളം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുന്നോ അന്ന് മുതൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ഭൗതിക ലോകത്തില് യഥാർത്ഥത്തിലുള്ള സന്തോഷവും സമാധാനവും ഒന്നും തന്നെ കിട്ടത്തില്ല. ഈ ഭൗതിക ലോകത്ത് നിന്നുകൊണ്ട് നമുക്ക് സന്തോഷിക്കണം, സമാധാനം വരണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ കുറിച്ച് അറിയണം. ഭഗവാന്റെ ആ ഒരു നിഗൂഢതയിലേക്ക് നമ്മൾ ഈ ഒരു ഭൗതിക ലോകത്തിന്റെയും ആധ്യാത്മിക ലോകത്തിന്റെയും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അറിയണം. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഒരു കടലുണ്ടെന്ന് വെച്ചോ. അപ്പൊ കടലിന്റെ അടുത്ത് കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പൊ രണ്ടാൾക്കാര് കടലിന്റെ അടുത്ത് ഇരുന്നിട്ട്, തിരേന്റെ അടുത്ത് ഇരുന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കപ്പലണ്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ സംസാരിക്കാൻ അവര് പലതിനെ കുറിച്ചും പല പല വിവരങ്ങളുണ്ട്. അതുപോലെ ഈ വേദങ്ങളെ കുറിച്ച് പല പല വിവരങ്ങളുള്ള പല പല ആൾക്കാരുണ്ടാവും. അവർക്ക് ശ്ലോകങ്ങൾ ബൈഹാർട്ടായിരിക്കും. അതുപോലെ എല്ലാ വേദത്തിനെ കുറിച്ചും അറിയും. എന്ന് പറഞ്ഞ പോലെ അവരിങ്ങനെ ഒരുപാട് സംസാരിക്കാണ്. പക്ഷെങ്കിൽ അവർക്ക് എന്ത് കിട്ടുമല്ല? ആ ഒരു കടലിന്റെ ആഴക്കടലിലുള്ള ആ ഒരു മുത്ത് അല്ലെ, മുത്ത് എന്ന് പറയുന്ന സാധനം കിട്ടത്തില്ല. അതുപോലെ ഈ എന്താ പറയാ, കടലിലേക്ക് ഓടി വന്നിട്ട് പെട്ടെന്ന് തിരമാല കണ്ടിട്ട് തിരിച്ചോടി പോകുന്ന പല ആൾക്കാരുണ്ട്. അങ്ങനെ പോകുന്ന ആൾക്കാർക്കും എന്ത് കിട്ടില്ല? ആഴക്കടലിലെ മുത്ത് കിട്ടില്ല. ആരാണോ ആഴക്കടലിലേക്ക് ഇറങ്ങിയിട്ട് ആ മുത്തെടുക്കുന്നത്, ആ ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ മുത്ത് കിട്ടുള്ളൂ. എന്ന് പറയുന്നത് പോലെ നമ്മൾ അവിടുന്ന് ഇവിടുന്നും കുറെ കാര്യങ്ങൾ കേട്ടുകൊണ്ടോ ശ്ലോകങ്ങളും കുറച്ച് കാര്യങ്ങളും ഓർത്തു വെച്ചത് കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആ ഒരു നിഗൂഢത രഹസ്യം മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ ആ ഒരു എന്താ പറയാ, ഭഗവാന്റെ സ്നേഹം മനസ്സിലാക്കിയിട്ട് ആ ഒരു ശാശ്വത ബന്ധം മനസ്സിലാക്കിയിട്ട് ആ ഒരു സന്തോഷം നമുക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അതാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ എത്രയൊക്കെ നമ്മൾ ഈ ഒരു ഈ ലോകം അശാശ്വതമാണ്, ദുഃഖാലയമാണ് നമ്മൾ എത്ര പറഞ്ഞാലും നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് വളരെ പ്രയാസമാണ്. നമ്മൾ വിചാരിക്കുമ്പോ അവരെന്റെ കൂടെ ഉണ്ട്, ഇവരെന്റെ കൂടെ ഉണ്ട്, എനിക്കിവിടെ സന്തോഷാണ്, പ്രശ്നമൊന്നുമില്ലല്ലോ, എനിക്കിത് എന്താ പറയാ, ബാങ്കിൽ ഇത്രയും പൈസയുണ്ട്, എന്ത് വന്നാലും ഞാൻ നേരിടും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അതൊക്കെ ഒരു തരത്തിൽ നമ്മൾ എന്താണ്, ഇവിടെ ബന്ധനമാണ്. ശരിക്കും നമ്മൾ പറയും ഇതിനൊന്നും ഒരു സയന്റിഫിക് പ്രൂഫ് ഇല്ല. വേദങ്ങൾ ഇപ്പോഴത്തെ ജനറേഷൻ പ്രത്യേകിച്ചും വേദങ്ങളെയോ അല്ലെങ്കിൽ ഭാഗവതത്തിനെ ഒന്നും വിശ്വസിക്കാത്ത ആൾക്കാരാണ്. എല്ലാവരും സയൻസിന് പുറകെയാണ്. ഇതേ സയൻസ് തന്നെ ഒരു കാലത്ത് പറഞ്ഞിരുന്നു ഭൂമി പരന്നതാണ് അല്ലെ, ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞ ആളിനെ എന്താ പറയാ, ജയില് അടച്ചിട്ട് ഒരു കഥയൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പൊ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലെ. സയൻസ് എന്താണ്, എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഓരോരുത്തരുടെ ബുദ്ധി, നമ്മുടെ ബുദ്ധി എന്താണ്, വളരെ പരിമിതാണ്. അപ്പൊ അതനുസരിച്ച് ആൾക്കാർ പലതും കണ്ടുപിടിക്കും, നാളെ അത് മാറ്റി പറയും. പക്ഷെ വേദം എന്നുള്ളത് എന്താണ്, എപ്പോഴും ഒന്ന് തന്നെയാണ്. അത്രയും ഒരു അതോറിറ്റി അല്ലെ, അതോറിറ്റി ആയിട്ടുള്ള ഒന്ന് വേദങ്ങൾ മാത്രമാണ്. ഈ ഒരു കലിയുഗത്തിന്റെ അവസ്ഥയെ കുറിച്ചിട്ട് 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭഗവാനും യുധിഷ്ഠിരനും തമ്മിൽ സംവാദത്തിൽ പറയുന്നുണ്ട്. അതായത് നമുക്കറിയാം മന്ദ സുമന്ദ മതയോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, കലിയുഗത്തില് ആൾക്കാർക്കൊന്നും തന്നെ എന്തുണ്ടാവില്ല, ആയുസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും.
ഇനി അവസാനൊക്കെ എത്തുമ്പോ 25-30 വയസ്സ്, ആ ഒരു വയസ്സാകുമ്പോ തന്നെ ആൾക്കാർ മരണപ്പെടും. അതും നമ്മൾ കാണുന്നുണ്ട്. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് തന്നെ ആൾക്കാർക്ക് ഒരു 100, 100, 120 വയസ്സ് വരെ ആൾക്കാർ ജീവിച്ചിരുന്നു. ഇപ്പൊ നോക്കുമ്പോ ആ ഒരു 100ന്റെ അടുത്തെത്തിയാൽ തന്നെ അത് വലിയൊരു കാര്യമായിട്ട് നമുക്ക് മാറുന്നത്. അപ്പൊ നമ്മളെ മുന്നിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് വേദങ്ങൾ പറയുന്ന സത്യം, അല്ലെ? 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാനും യുധിഷ്ഠിരനും തമ്മിലുള്ള ഒരു സംവാദത്തില് കലിയുഗത്തിനെ പറ്റി സംസാരിക്കുന്ന ഒരു 4 ഉദാഹരണങ്ങളിലൂടെ പറയുന്നുണ്ട്. അപ്പൊ അതില് ആദ്യത്തെ ഉദാഹരണം പറയുന്നത് ഇങ്ങനെയാണ്. കലിയുഗത്തിനെ പറ്റിയിട്ട് ഒരു കടങ്കഥ രൂപത്തിൽ ഭഗവാൻ പറയാണ്. അതായത് 4 ഗ്ലാസ് ഉണ്ട്, ഒരു വലിയ പാത്രമുണ്ട്. ഈ വലിയ പാത്രത്തിലുള്ള ഫുള്ള് വെള്ളം എടുത്തിട്ട് ഈ 4 ഗ്ലാസ് നിറയ്ക്കുകയാണ്. പക്ഷെങ്കില് ഈ 4 ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഈ വലിയ പാത്രത്തിനെ ഫുള്ളാക്കാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പറയുന്നത്, ഒരു സൂചിന്റെ ആ ഒരു ദ്വാരത്തിലൂടെ ആന പോയി. ആന ഈ സൂചിന്റെ ദ്വാരത്തിലൂടെ പോയി, പക്ഷെ വാല് കുടുങ്ങിപ്പോയി. രണ്ടാമത്തെ ഒരു കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം പറയുന്നത്, വേലി തന്നെ കായ തിന്നുന്ന ഒരവസ്ഥ. ഇനി നാലാമത്തെ പറയുന്നത്, മുടിനാര് കെട്ടിയിട്ട് പർവ്വതം വലിക്കുന്നു. അപ്പൊ ഈ ഒരു 4 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഭഗവാൻ കലിയുഗത്തിനെ പറ്റിയിട്ട് പറയുന്നത്. യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, എന്താന്ന് മനസ്സിലായോ? അപ്പൊ യുധിഷ്ഠിരൻ പറഞ്ഞു, ഇല്ല. അപ്പൊ ഭഗവാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാണ്, കലിയുഗം എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ ആദ്യത്തെ കാര്യം എന്താ പറഞ്ഞിരുന്നത്? ഒരു വലിയ പാത്രം, അതിലെ വെള്ളം ഉപയോഗിച്ചിട്ട് 4 കുഞ്ഞു ഗ്ലാസ്സുകൾ നിറയ്ക്കുന്നു. പക്ഷെങ്കിൽ ഈ 4 ഗ്ലാസ്സിലെ വെള്ളം ഒഴിച്ചിട്ടും ഈ ഒരു വലിയ ഗ്ലാസ് നിറയ്ക്കുന്നില്ല. അപ്പൊ ഈ ഒരു കാര്യത്തിന് എന്തിനാ സൂചിപ്പിക്കുന്ന വെച്ചാല്, ഇന്നത്തെ കാലത്ത് അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു? കഷ്ടപ്പെട്ട് വേർപ്പൊഴുക്കി അധ്വാനിച്ച് മക്കളെ വളർത്തി ഒരു വലിയ നിലയിൽ എത്തിക്കുകയാണ്. പക്ഷെങ്കില് ഈ ഒരു അവര് വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന സമയത്ത് മക്കൾ എന്ത് ചെയ്യുന്നില്ല?